നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ചോർച്ചാ സിദ്ധാന്തം ടാസ്കിനെ പറ്റിയൊന്നും ഇതുവരെ ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. പകരം മറ്റേ പൂച്ച ടാസ്കിനെ കുറിച്ചാണ് സംസാരിച്ചത് മൊത്തം. അതിൽ തന്നെ ജാസ്മിനെ ഫോക്കസ് ആക്കി കാര്യങ്ങൾ ചോദിച്ച പോലെയൊക്കെ തോന്നി. അത് പറഞ്ഞപ്പോഴാണ് എപ്പിസോഡ് തുടങ്ങിയപ്പോൾ മുതൽ ജാസ്മിനെ ഉള്ളൂ, അവിടെ വേറെ ആരും ഇല്ലാത്ത പോലെയൊക്കെയാണ് ലാലേട്ടൻ ജാസ്മിനെ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. ജാസ്മിനും അർജുനും കൂടിയുള്ള ആ ഒരു ദമ്പതിമാരായിട്ടുള്ള ആക്ടിനെയൊക്കെ ലാലേട്ടൻ പ്രശംസിച്ചു. അതുപോലെ ജാസ്മിൻ പൂച്ചയെ കല്യാണം കഴിച്ചു, ജാസ്മിൻ ഓടിയോ ചാടിയോ, ടാസ്ക് ജയിക്കാത്തത് എന്താ, കളിക്കാത്തത് എന്താ, ഹെൽത്ത് ഇഷ്യൂ, അതൊക്കെ ആയിരുന്നു ചർച്ച. ജാസ്മിന് ബോണസ് പോയിന്റ് കിട്ടാൻ വേണ്ടി ഒരു ടാസ്ക് ഒക്കെ കൊടുത്തിട്ട് ജാസ്മിൻ ടിക്കറ്റ് ഫിനാലിൽ തോറ്റ് തുന്നം പാടിയതിന്റെ ഒരു വിഷമ പ്രകടനമായിരുന്നു നമ്മുടെ ആഫീസ് അണ്ണൻ വക ലാലേട്ടനെ കൊണ്ട്. അതങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് എപ്പിസോഡ് മൊത്തം ജാസ്മിൻ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്ത് അങ്ങ് കൊടുത്തത്. എന്തായാലും കൊള്ളാം കേട്ടോ. ഇതുവരെയുള്ള ഒരു എപ്പിസോഡ് ഫുൾ വെളുപ്പിക്കലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ടാസ്കിൽ കളിക്കാതിരുന്നതടക്കം ഫുൾ ഗ്ലോറിഫിക്കേഷൻ ആണ്. അങ്ങനെ കളിക്കാതിരുന്നവരൊക്കെ എന്തിനാണ് ഇത്ര സ്പേസ് കൊടുക്കുന്നത് എനിക്ക് അറിയാൻ പറ്റില്ല, ഞാൻ ചോദിക്കുകയാണ്. അതും ഹെൽത്ത് ഇഷ്യൂ സംഭവിച്ചതൊക്കെ മറ്റേ ചോർച്ച ടാസ്കിലാണല്ലോ, ഡീഹൈഡ്രേഷൻ വന്നതൊക്കെ. ഈ പറയുന്ന മറ്റേ പൂച്ച ടാസ്കിലൊക്കെ ജാസ്മിൻ എന്ത് ചെയ്തിട്ടാണ്? ഒരു ഹെൽത്ത് ഇഷ്യൂ അപ്പോഴൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ടാണ് ഫുൾ സ്പേസ് എടുത്ത് കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ ഡയറക്ടറിനെ. പിന്നെ ന്യൂസ് അവതരിപ്പിക്കുന്നതാണെങ്കിൽ ജാസ്മിനും സിജോയും നല്ല ബോറിംഗ് ആയിരുന്നു രണ്ടുപേരുടെ അവതരണം. ഉള്ളതുപോലെ അങ്ങ് പറയുവാണ്. സിജോ ആണെങ്കിൽ മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്ക് വാക്കുകൾ റെഗുലേറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ലാലേട്ടനാണ്. അപ്പൊ കുറെ കാര്യങ്ങൾ വിഴുങ്ങിയിട്ടാണ് സിജോ ന്യൂസ് ഒക്കെ പറഞ്ഞത്. അന്ന് ലൈഫിൽ കേട്ട പോലെ ഒരു എന്താ പറയാ അൺസെൻസേർഡ് ആയിട്ടുള്ള ഒരു സാധനമൊന്നും അല്ല നമ്മൾ സിജോയിൽ നിന്നും കണ്ടത്. എന്തായാലും മറ്റൊരു വെളുപ്പിക്കൽ എപ്പിസോഡും കൂടി ഇപ്പോൾ കടന്നു പോകുന്ന കാഴ്ചയാണ്. 2 ടാസ്കുകൾ കൺസിക്യൂട്ടീവായി ജയിച്ച ആളുടെ വിഷ്വൽസ് വരെ മുക്കിയ ആളാണ് നമ്മുടെ ബിഗ് ബോസ്. അതുകൊണ്ട് ലാലേട്ടനെ കൊണ്ടൊന്ന് വെൽഡൺ പോലും പറയിപ്പിക്കില്ല. അത് ഞാൻ ഊഹിച്ചിരുന്ന ഒരു കാര്യമാണ്, സ്വാഭാവികം. ഓക്കെ, അതത്രേ ഉള്ളൂ. ജിൻഡോയ്ക്ക് വീണ്ടും അപ്രിസിയേഷൻ കിട്ടാതെ പോകുന്നു. ജാസ്മിന് കൂടുതൽ സ്പേസ് കൊടുത്തു എന്ന് പറയുന്നത് ഈ സീസണിലെ ഒരു മെയിൻ ക്ലീഷേ ഡയലോഗ് ആയിട്ടുണ്ട്. എങ്ങനെ ആക്കിയത് പ്രേക്ഷകരൊന്നും അല്ല, ഹാഫിസ് ഷംഷുദ്ദീനാണ്. ഓക്കെ, well done Hafiz.